ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡെറിക് ജെൻലീസ് ഹോളിസ്റ്റിക് ഡിറ്റക്റ്റീവ് ഏജൻസി എന്ന സീരീസിന്റെ ഒന്നാമത്തെ സീസണിലെ 7ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവൂ. പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടോഡും ഡെറിക്കും കൂടി ആ ഒരു മിഷനിൽ പിടിച്ചുകൊണ്ട് അവിടുന്ന് അപ്രത്യക്ഷമാവുന്നതാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് അതിനുശേഷം അവർക്ക് എന്താണ് സംഭവിച്ചതെന്നാണ്. അതായത് അവർ അവിടെ തന്നെയാണ് എത്തിച്ചേർന്നത്, പക്ഷേ ഒരു വ്യത്യാസം മാത്രം. ഒരാഴ്ചക്ക് മുമ്പുള്ള ദിവസമാണെന്ന് മാത്രം. അത് ടൈം മെഷീൻ ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ടോഡിന് ശരിക്കും അതിശയമാകുന്നുണ്ട്. ഡെറിക്കിന് ഇത് അറിയാവുന്നത് കൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോഴേക്കും റിമ്മറിന്റെ ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ അവർ ഒളിച്ചു നിൽക്കുന്നു. ആ ഒരു ദിവസം എന്നത് ലിദിയ സ്പ്രിങ്ങിന്റെ ബോഡി സ്വാപ്പ് ചെയ്ത ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ലിദിയ സ്പ്രിങ്ങിനെയും നായയെയും കൊണ്ടാണ് അവർ അങ്ങോട്ട് വന്നത്. നിർബന്ധപൂർവ്വം ലിദിയ സ്പ്രിങ്ങിന്റെ ബോഡി ആ നായയുമായിട്ട് സ്വാപ്പ് ചെയ്യുന്നതായിട്ട് പിന്നീട് കാണിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും റെയിനിയും അവളുടെ ആളുകളും റിമ്മറിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി അങ്ങോട്ട് വരുന്നു. അതിനുള്ള കാരണം വേറൊന്നുമല്ല, ബോഡി സ്വാപ്പ് ചെയ്യുന്ന മിഷനെ വളരെ സാക്രഡ് ആയിട്ടുള്ള ഒരു മിഷൻ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഓരോ മതത്തിനും അവരുടേതായിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളും വിശുദ്ധമായിട്ടുള്ള മറ്റുള്ള വസ്തുക്കളും ഉണ്ടാകുമല്ലോ. അതേപോലെ തന്നെ റെയിനിയും മറ്റുള്ളവരും വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ വിശുദ്ധമായ വസ്തുവാണ് ഈ ബോഡി സ്വാപ്പ് ചെയ്യുന്ന മിഷൻ. അതൊരു ടെക്നോളജി ആയിട്ടല്ല അവർ അതിനെ കണക്കാക്കുന്നത്. റെയിനിയും മറ്റുള്ളവരും അതിനെ കണക്കാക്കുന്നത് അവരുടെ വിശ്വാസത്തിന്റെ തന്നെ കാതലായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ്. അതുകൊണ്ടാണ് റിമ്മറിനെ അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടി റെയിനി അവളുടെ ആളുകളുമായിട്ട് അങ്ങോട്ട് വന്നത്. എന്നാൽ ഉടനെ തന്നെ അവളെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ ഒന്നും ചെയ്യരുത്. ലിദിയ സ്പ്രിങ് നമ്മുടെ കരങ്ങളിലുണ്ട്. പാട്രിക് സ്പ്രിങ്ങിന്റെ മകളാണ് അവൾ. എന്നാൽ അപ്പോഴേക്കും അവളുടെ ബോഡി സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അക്കാര്യം പറയുന്നില്ല. അതിനുശേഷം റിമ്മർ തുടർന്ന് പറയുകയാണ്, ഇവളെ ഉപയോഗിച്ച് പാട്രിക് സ്പ്രിങ്ങിന്റെ കരങ്ങളിൽ നിന്ന് അൺലിമിറ്റഡ് എനർജി മെഷീനും നമുക്ക് സ്വന്തമാക്കാം. എന്നാൽ റെയിനി പറയുകയാണ്, പാട്രിക് സ്പ്രിങ് ഇനി മുതൽ നമുക്കൊരു ഭീഷണിയല്ല, അതോടൊപ്പം തന്നെ ആ മെഷീനും നമുക്ക് വേണ്ട. റിമ്മർ ആകട്ടെ അതിനോട് യോജിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ നിന്ന് വ്യതിചലിക്കുകയാണ് എന്ന് റിമ്മർ ആവർത്തിച്ച് പറയുന്നു. ദേഷ്യത്തോടെ റെയിനി അവളുടെ ആളുകളോട് പറയുകയാണ്, ആ ബോഡി സ്വാപ്പ് മെഷീനും നായയെയും എടുത്തുകൊണ്ട് വരിക. എന്നാൽ അതിനു മുമ്പേ വളരെ വേഗത്തിൽ ബോഡി സ്വാപ്പ് ചെയ്യുന്ന ആ മെഷീൻ കരങ്ങളിൽ എടുത്തുകൊണ്ട് റിമ്മർ പറയുകയാണ്, എന്റെ അടുത്തേക്ക് വന്നാൽ ഈ മെഷീൻ ഞാൻ തകർത്ത് കളയും. അതുകൊണ്ട് തന്നെ റെയിനിക്കും അവനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം അവന്റെ ആളുകളോട് കൂടെ തന്നെ റിമ്മർ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുമ്പേ തന്റെ പട്ടിക്ക് വേണ്ടി തിരികെ വരുമെന്നും റെയിനിയോട് പറയുന്നുണ്ട്. കാരണം റെയിനിയുടെ ആളുകൾ അപ്പോഴേക്കും ആ നായയെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ആ നായയെ റിമ്മറിന് ഒരുപാട് ഇഷ്ടമാണെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. നേരത്തെയും നമ്മൾ അത് കണ്ടതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. ഇതെല്ലാം തന്നെ അവിടെ ഒളിച്ചിരിക്കുന്ന ഡെറിക്കും ടോഡും കാണുന്നുണ്ട്. എന്നാൽ ഉടനെ തന്നെ പുറത്തു നിന്ന് കുറെ വെടിയൊച്ചകൾ കേൾക്കുന്നു. നോക്കുമ്പോൾ ശരീരം മുഴുവനും ലോഹം കൊണ്ടും ചട്ട ധരിച്ച ഒരു വ്യക്തി നിഷ്പ്രയാസം ടാറ്റു അടിച്ച ആളുകളെ വെടിവെച്ച് കൊല്ലുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ടാറ്റു അടിച്ചവരുടെ എർത്തടിപ്പിക്കുന്ന ടൂൾ പോലും ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് അവർക്ക് തന്നെ തിരിച്ച് എർത്തേൽക്കാനും അവരിൽ കുറെ ആളുകൾ മരിക്കുവാനും ഇടയാകുന്നു. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവരെ കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഇവരെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം റെയിനിയുടെ അടുത്ത് വന്ന് നീ റെയിനി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ നിഷ്പ്രയാസം റെയിനിയെയും കൊന്നുകളയുന്നു. എല്ലാവരെയും വളരെ ഷാർപ്പായിട്ട് ഹെഡ് ഷൂട്ട് തന്നെ ചെയ്താണ് കൊല്ലുന്നത്. അത്രയ്ക്കും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം. അതിനുശേഷം ഒളിച്ചിരിക്കുന്ന ഡെറിക്കിനെയും ടോഡിനെയും പോലും മനസ്സിലാക്കി അയാൾ പുറത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അവരെയും ആക്രമിക്കാൻ പോയപ്പോൾ ഡെറിക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ അവരുടെ കൂടെ ഉള്ളതല്ല, നിങ്ങളുടെ കൂടെ ഉള്ളതാണെന്ന്. ടോഡ് അപ്പോൾ ഒരുപാട് ആകുലതയോടെ ഇത് ആരാണെന്ന് ചോദിക്കുന്നു. ഡെറിക്ക് ആകട്ടെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ ഈ കേസ് സോൾവ് ചെയ്തു, ഇത് പാട്രിക് സ്പ്രിങ് ആണ്. ഉടനെ തന്നെ ആ വ്യക്തി മുഖംമൂടി മാറ്റുന്നു. അത് പാട്രിക് സ്പ്രിങ് തന്നെ ആയിരുന്നു. അതിനുശേഷമാണ് നടന്ന എല്ലാ സംഭവങ്ങളും ഒരു ക്രമത്തിൽ ഡെറിക്ക് പാട്രിക് സ്പ്രിങ്ങിനോട് ഇവിടെ പറയുന്നത്. അത് നമ്മളോട് കഥ പറയുന്നത് പോലെയാണ് പറയുന്നത്. സക്കറിയ വെബും പാട്രിക് സ്പ്രിങ്ങും എഡ്ഗർ സ്പ്രിങ്ങും ഒരാൾ തന്നെയാണ്. 1880 സക്കറിയ വെബ് ടൈം മെഷീൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരുപാട് പെറ്റുകൾ മരിച്ചു പോയിരുന്നു. പക്ഷെ അവസാനം ആ ഒരു ടൈം മെഷീൻ അദ്ദേഹം കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. പക്ഷേ തിരിച്ചു വന്ന ടൈം മെഷീന് ഒരുപാട് വ്യത്യസ്തതകൾ ഉണ്ടായിരുന്നു. അതായത് അയാൾ അയച്ച ടൈം മെഷീൻ തന്നെയല്ല തിരിച്ചു വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, എല്ലാം നല്ല രീതിയിൽ നടന്നില്ല എന്ന ഡെറിക്കിന്റെ ഒരു കുറിപ്പും അതിലുണ്ടായിരുന്നു. അതിനുശേഷം ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ടൈം ട്രാവൽ ചെയ്ത് പാട്രിക് സ്പ്രിങ് തന്നെ ഫ്യൂച്ചറിലേക്ക് വന്നു. അതായത് ആദ്യം അയച്ച മെഷീൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തന്നെ. എന്നാൽ അപ്പോഴേക്കും പാട്രിക് സ്പ്രിങ്ങിന്റെ സ്ഥലം കുറെ ഹിപ്പികൾ കൈയടക്കി വെച്ചിരിക്കുകയായിരുന്നു. അവരുടെ നേതാവായിരുന്നു റെയിനി യഥാർത്ഥത്തിൽ ഒരു പുരുഷനാണ്, സ്ത്രീയല്ല. ആ മെഷീൻ അവരുടെ അടുത്ത് ചോദിച്ചുവെങ്കിലും അവരത് കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. കാരണം അതിന് ഒരു വിശുദ്ധമായിട്ടുള്ള വസ്തുവായിട്ടായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. മാത്രമല്ല അവർ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്
എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പാട്രിക് സ്പ്രിങ് അവിടെ തന്നെ കൂടി. പക്ഷേ ആ ഒരു ഹിപ്പികളുടെ കൂടെയല്ല പാട്രിക് സ്പ്രിങ് നിന്നത്. കാരണം ആ ഒരു മിഷൻ ചോദിച്ച സമയത്ത് അവർ പാട്രിക് സ്പ്രിങ്ങിനെയും ആക്രമിക്കാൻ വന്നു. മാത്രമല്ല അവന്റെ കയ്യിലുള്ള മിഷൻ പോലും ചോദിക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് എഡ്ഗർ സ്പ്രിങ് എന്ന പേരിൽ ഒരു റിച്ച് ആയിട്ടുള്ള വ്യക്തിയായിട്ട് തീരുകയും ഒരു ഇൻവെന്റർ ആയി തീരുകയും ചെയ്തു. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്ന ടൈം ട്രാവലർ മിഷനെ അൺലിമിറ്റഡ് എനർജി മിഷനാക്കി മാറ്റിയത്. എന്നാൽ അപ്പോഴേക്കും റെയ്നിയും മറ്റുള്ളവരും അവരുടെ കരങ്ങളിലുള്ള മിഷൻ ഉപയോഗിച്ച് ബോഡി സ്വാപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ചു. വാസ്തവത്തിൽ അത് ആ മിഷന്റെ ഒരു ഗ്ലിച്ച് ആയിരുന്നു. അങ്ങനെ റെയ്നി കാലങ്ങളോളം ബോഡി സ്വാപ്പ് ചെയ്ത് യങ് ആയിട്ടിരുന്നു. അത് മാത്രമല്ല പാട്രിക് സ്പ്രിങ്ങിനോട് അവന്റെ കരങ്ങളിലുള്ള അൺലിമിറ്റഡ് എനർജി മിഷൻ തരുവാനും ആവശ്യപ്പെട്ടു. എന്നാൽ പാട്രിക് സ്പ്രിങ് അത് കൊടുക്കുവാൻ തയ്യാറായില്ല. അത് കേട്ട് റെയ്നി അന്ന് പറഞ്ഞിരുന്നു, ഇതുമൂലം വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകും, ചോരക്കളം തന്നെ രൂപപ്പെടുമെന്ന്. പാട്രിക് സ്പ്രിങ് ആകട്ടെ അവരെ വലിയ ഭീഷണിയായിട്ടൊന്നും കണക്കാക്കിയില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൈം ട്രാവൽ ചെയ്തു. അവർക്ക് മുന്നേ എത്തുന്നതിന് വേണ്ടി ഒരുപാട് പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി. എന്നിട്ടും കാര്യമുണ്ടായില്ല. റെയ്നി പറഞ്ഞതുപോലെ തന്നെയാണ് നടന്നത്. ചോരപ്പുഴ തന്നെ അവിടെ ഒഴുക്കപ്പെട്ടു. അങ്ങനെ അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മരണത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന സമയത്താണ് അവൻ അവന്റെ ലവറിനെ കണ്ടുമുട്ടുന്നതും പിന്നീട് അവരിൽ ലിഡിയ സ്പ്രിങ് ജനിക്കുകയും ചെയ്തത്. പിന്നീട് ഹാപ്പി ആയിട്ടുള്ള ലൈഫ് ആയിരുന്നു പാട്രിക് നയിച്ചത്. എന്നാൽ അത് അധിക നാൾ നീണ്ടു നിന്നില്ല. റെയ്നിയുടെ ആളുകൾ പാട്രിക് സ്പ്രിങ്ങിന്റെ ഭാര്യയെ കൊന്നു. അത് പാട്രിക് സ്പ്രിങ്ങിനെ ഒരു പ്രതികാരദാഹിയായി തീർത്തു. അതുകൊണ്ട് തന്നെ ടൈം ട്രാവൽ ചെയ്ത് എല്ലാവിധ പ്രിപ്പറേഷൻസും നടത്തി അവരെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇപ്പോഴിതാ ഇവിടെയും എത്തിയിരിക്കുന്നു. ഈ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് വഴി രേഖപ്പെടുത്താൻ മറക്കരുത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പാട്രിക് സ്പ്രിങ് ദേഷ്യത്തോടെ ഡെറിക്കിനെ മതിലിനോട് ചേർത്ത് വെച്ച് നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് പറഞ്ഞ് അവനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. എന്നാൽ പേടിച്ച് ഡെറിക്ക് പറയുകയാണ്, എനിക്ക് മാജിക്കൽ പവറുകളുണ്ട്. ടോഡിന്റെ നേരെയും തോക്ക് ചൂണ്ടുന്നുണ്ട്. ടോഡ് അപ്പോൾ ആകുലതയോടെ പറയുന്നുണ്ട്, ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല, നിന്റെ മകളെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. പാട്രിക് സ്പ്രിങ് അപ്പോൾ തന്റെ മകൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. പാസ്റ്റിലുള്ള നിന്നെ മീറ്റ് ചെയ്യാൻ ലിഡിയ സ്പ്രിങ്ങുമായിട്ട് റിമ്മർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് തന്നെയാണ് പാട്രിക് സ്പ്രിങ് മരിക്കാൻ പോകുന്നത്. പക്ഷെ പാസ്റ്റിലുള്ള മറ്റേ പാട്രിക് സ്പ്രിങ് ആണ് ഇന്ന് മരിക്കാൻ പോകുന്നത്. കൂടുതലായിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കാൻ പാട്രിക് സ്പ്രിങ് അനുവദിക്കുന്നില്ല. എന്റെ വഴിക്ക് തടസ്സം നിൽക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ പാട്രിക് സ്പ്രിങ് അവിടുന്ന് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഡെറിക്കും ടോഡും പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ കാറിന്റെ എല്ലാം എയർ അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പാട്രിക് സ്പ്രിങ് ആണെന്നാണ് അവർ പറയുന്നത്. അവരപ്പോൾ ആലോചിക്കുന്നുണ്ട്, അവന്റെ പാസ്റ്റിലുള്ള പാട്രിക് സ്പ്രിങ് എന്നാണ് മരിക്കുന്നതെന്ന് അവന് അറിയില്ലായിരിക്കുമോ? എന്തായാലും നമുക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം. കാരണം ഇതുവരെയും യഥാർത്ഥത്തിലുള്ള പാട്രിക് സ്പ്രിങ് മരിച്ചിട്ടില്ല. ലിഡിയ സ്പ്രിങ്ങിനെ നമുക്ക് രക്ഷിക്കാം. അമാൻഡ ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫിക്സ് ചെയ്യാം. റിമ്മറിന്റെ കൂടെയുള്ളവർ ഇതേ സമയം റിമ്മറിനെ ചോദ്യം ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. എന്തിനാണ് റെയ്നിയെ ചതിച്ച ആ മിഷൻ എടുത്തുകൊണ്ട് വന്നതെന്നൊക്കെ അവർ ചോദിക്കുന്നു. എന്നാൽ റിമ്മർ സംസാരിച്ച് അവരെയും വശത്താക്കുന്നു. റെയ്നി അവളുടെ പാത്തിൽ നിന്ന് വ്യതിചലിച്ചു. അവൾ ഇപ്പോൾ അൺലിമിറ്റഡ് എനർജി മിഷനെ പറ്റി അന്വേഷിക്കുന്നൊന്നുമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ കുറിച്ച് വലിയ പദ്ധതികളാണ് ഉള്ളത്. നമുക്ക് ആ മിഷനും കൂടി കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും തന്നെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ടാറ്റു അടിച്ച ഗ്യാങ്സിന് അത് തന്നെ മതിയായിരുന്നു. എലികളുടെ ശരീരത്തിലുള്ള അവരെ പറ്റിക്കാൻ അത് തന്നെ ധാരാളമായിരുന്നു. കാരണം അവർക്കും അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഒരുത്തൻ പറയുന്നത് അവന് റെയ്നിയുടെ ശരീരം വേണമെന്നായിരുന്നു. മറ്റൊരുത്തൻ പറയണത് അവന് മനുഷ്യരുടെ ശരീരം മടുത്തു, പിങ്ക് പാന്തറിന്റെ ശരീരം വേണമെന്നൊക്കെയാണ്. റിമ്മർ അതെല്ലാം തന്നെ അവർക്ക് നേടിക്കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അതിനുശേഷം ആ പൂച്ചക്കുട്ടി എവിടെയാണെന്ന് ചോദിക്കുന്നു. അത് ഒരു വ്യക്തിയുടെ കരങ്ങളിൽ ഉണ്ടായിരുന്നു. അത് കാണിച്ചു കഴിയുമ്പോൾ തന്നെ റിമ്മർ പറയുകയാണ്, ഇതാണ് നമ്മുടെ വജ്രായുധം. വേറെ ഒരു വഴിയുമില്ല എന്ന് കാണുമ്പോൾ മാത്രമേ വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ വെപ്പൺ ഉപയോഗിക്കാൻ പാടുള്ളൂ. ടോഡും ഡെറിക്കും കൂടി ഒളിച്ചും പാത്തും പോകുന്ന സമയത്ത് ഒരു മുഖംമൂടി കട കാണുന്നു. അവിടെ വെച്ചാണ് ടോഡ് ഗൊറില്ലയുടെ മുഖംമൂടിയും മറ്റും കാണുന്നത്. ആ മുഖംമൂടി കണ്ടു കഴിയുമ്പോൾ തന്നെ ടോഡിനെ എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഉടനെ തന്നെ അത് കരങ്ങളിൽ എടുത്തുകൊണ്ട് ടോഡ് പറയുകയാണ്, ഇതൊരു സൈൻ ആണ്, എല്ലാം കണക്റ്റഡ് ആണ്. ഇതിൽ നിന്ന് ആ മുഖംമൂടി എങ്ങനെയാണ് ക്രൈം സീനിലും പിന്നീട് ഡെറിക് ജെൻട്രിയുടെ കയ്യിൽ വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിന്റെ എല്ലാം ഉത്ഭവം ഇവിടെ നിന്നാണ്. അതിനുശേഷം അവിടേക്ക് എന്തോ പാഴ്സലുമായി വന്ന ട്രക്ക് ഡ്രൈവറെ ക്രോസ്ബോ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി അയാളുടെ ട്രക്ക് എടുത്തുകൊണ്ട് ഡെറിക്കും ടോഡും അവിടുന്ന് പോകുന്നു. ഇതേ സമയം തന്നെ പാട്രിക് സ്പ്രിങ് താൻ മരിക്കാൻ പോകുന്ന ഹോട്ടലിൽ തന്നെ കൊല്ലാൻ വരുന്നവരെയും നോക്കി ടൈമും നോക്കി ഇരിക്കുകയാണ്. കാറിൽ പോകുന്ന ടോഡിനാകട്ടെ ഇതേ സമയം എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. എല്ലാം കണക്റ്റഡ് ആണെന്ന് അവൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഇതേ സമയം തന്നെ മുമ്പത്തെ എപ്പിസോഡുകളിൽ അവൻ ബസ്സിന് പോകുന്ന സമയത്ത് ആ നായ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതൊക്കെ അവൻ ഓർക്കുന്നതായി കാണിക്കുന്നു. പിന്നീട് ആ സംഭവം നടക്കുന്ന ഹോട്ടലിൽ എത്തിക്കഴിയുമ്പോൾ ഡെറിക്ക് പറയുന്നുണ്ട്, എടുത്തു ചാടി ഒന്നും പ്രവർത്തിക്കരുത്, എല്ലാം പ്ലാൻഡ് ആയിട്ട് വേണം ചെയ്യണം
ചെയ്യണമെന്ന്. അപ്പോ തന്റെ പ്ലാൻ ടോഡ് പറഞ്ഞു കൊടുക്കുന്നു. കാരണം ടോഡാണല്ലോ അവിടെ വർക്ക് ചെയ്തിരുന്നത്, അതുകൊണ്ട് അവൻ അറിയാം ഏതു വഴി പിടിക്കപ്പെടാതെ പോകണമെന്ന്. അപ്പോഴാണ് ആ ട്രക്കിൽ വെച്ച് നേരത്തെ അവനെ അടിച്ച ലോട്ടറി കിട്ടുന്നത്. ആ ലോട്ടറിയുടെ ഉത്ഭവം ഈ ട്രക്കിൽ നിന്നാണ്. അത് കണ്ട് സന്തോഷത്തോടെ ടോഡ് പറയുകയാണ്, ഇത് എനിക്കുള്ളത് തന്നെയാണ്, പക്ഷെ ഇത് ഇവിടെയല്ല വരേണ്ടത്. അതും പറഞ്ഞുകൊണ്ട് അതവൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരകത്തേക്ക് കയറുന്നു. സർവീസ് ലിഫ്റ്റ് വഴിയാണ് അകത്തേക്ക് കയറാൻ അവർ കരുതിയത്. എന്നാൽ അപ്പോഴേക്കും റിമ്മറിന്റെ ആളുകളെ അവിടെ കണ്ടു കഴിയുമ്പോൾ വേറെ വഴി പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷേ മറ്റൊരു പ്രശ്നം പെൻ ഹൗസിൽ കയറാനുള്ള മാസ്റ്റർ കീ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടോഡിന് അറിയാവുന്ന ഒരു മുറിയിൽ കയറി അവർ ആ മാസ്റ്റർ കീ എടുക്കുന്നു. ഈ സമയം തന്നെ പാസ്റ്റിലുള്ള ടോഡ് അങ്ങോട്ട് വന്ന് മാസ്റ്റർ കീ നോക്കുന്നതായും അത് അവിടെ കാണാതിരിക്കുന്നതായും കാണിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ആദ്യത്തെ എപ്പിസോഡിൽ മാനേജർ അവനോട് മാസ്റ്റർ കീ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ താൻ അത് എവിടെയോ വെച്ച് മറന്നുപോയി എന്ന് അവൻ പറയുന്നത്. അതവൻ എവിടെയും വെച്ച് മറന്നുപോയതല്ല, മറിച്ച് അതിന് എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അതിനുശേഷം ആ ടോഡ് അവിടുന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവരും അവിടുന്ന് ഇറങ്ങുന്നു. ഇതേ സമയം തന്നെ ഫ്യൂച്ചറിലുള്ള പാട്രിക് സ്പ്രിങ് ലോഹം കൊണ്ടുള്ള ഷീൽഡ് ധരിച്ച് മുകളിലേക്ക് കയറി പോകുന്നത് അവർ കാണുന്നുണ്ട്. അപ്പോഴേക്കും റിമ്മറും അവന്റെ ആളുകളും ലിദിയ സ്പ്രിങ്ങുമായിട്ട് പാസ്റ്റിലുള്ള പാട്രിക് സ്പ്രിങ്ങിന്റെ മുമ്പിൽ എത്തിയിരുന്നു. എന്നാൽ ലിദിയ സ്പ്രിങ്ങിനെ കണ്ടു കഴിയുമ്പോൾ തന്നെ അത് തന്റെ മകളല്ല എന്ന് പാട്രിക് സ്പ്രിങ്ങിന് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ ഗോൾഡൻ റിമ്മർ ആകട്ടെ അവന്റെ കയ്യിലുള്ള അൺലിമിറ്റഡ് എനർജി മെഷീൻ തരികയാണെങ്കിൽ ലിദിയ സ്പ്രിങ്ങിനെ പഴയതുപോലെ ആക്കാമെന്നൊക്കെ പറയുന്നു. എന്നാൽ ഒരു കൂസലുമില്ലാതെ എഴുന്നേറ്റ് നിന്ന് പാട്രിക് സ്പ്രിങ് പറയുകയാണ്, നീ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നിന്റെ ആളുകളിൽ കുറെ ആളുകൾ ഇപ്പോഴേ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അത് കേട്ട് റിമ്മർ ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവൻ ഇതെങ്ങനെ മനസ്സിലാക്കിയെന്ന് ഓർത്ത്. അതിനുശേഷം പാട്രിക് സ്പ്രിങ് ഒരു കൂസലുമില്ലാതെ ഡിറിക് ജെന്റിലിയെ കോൾ ചെയ്ത് അങ്ങോട്ട് വരാൻ പറയുന്നു. ഇതാണ് ഈ സീരീസിന്റെ തുടക്കത്തിലെ തന്നെ നമ്മൾ കണ്ടത്. ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ഡിറിക് ജെന്റിലി ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് താൻ അങ്ങോട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞത് തന്നെ. കോൾ ചെയ്ത സമയത്ത് പാട്രിക് സ്പ്രിങ്ങിനെ റിമ്മർ തടയാനൊക്കെ ശ്രമിച്ചിരുന്നു. പക്ഷെ അതൊന്നും തനിക്ക് വിഷയമല്ല എന്ന രീതിയിൽ വളരെ കൂളായിട്ടായിരുന്നു ഡിറിക് ജെന്റിലിയെ പാട്രിക് സ്പ്രിങ് കോൾ ചെയ്തത്. റിമ്മർ അതിനുശേഷം പറയുകയാണ്, നിന്റെ മകളെ തിരിച്ചു തരാം, നിന്റെ കയ്യിലുള്ള മിഷൻ തന്നാൽ മാത്രം മതി. എന്നാൽ അപ്പോഴേക്കും വാതിൽ തുറന്ന് ഫ്യൂച്ചറിലുള്ള ഷീൽഡ് ഒക്കെ ധരിച്ച പാട്രിക് സ്പ്രിങ് അങ്ങോട്ട് വരുന്നു. അയാൾ മുഖം കാണിച്ചു കഴിയുമ്പോൾ റിമ്മർ ശരിക്കും അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് അവന് മനസ്സിലാകുന്നില്ല. ഈ ഒരു കാര്യം തന്നെയാണ് നേരത്തെ ഡിറിക്കിനെയും ടോഡിനെയും പിടിച്ചു വെച്ച സമയത്ത് അയാൾ ചോദിച്ചത്. ഫ്യൂച്ചറിലുള്ള പാട്രിക് സ്പ്രിങ് ആകട്ടെ ഇപ്പോൾ മരിക്കാൻ പോകുന്ന പാട്രിക് സ്പ്രിങ്ങിനോട് പറയുകയാണ്, നീ എന്തിനാണ് ഇവരോടൊക്കെ ഡീല് വെക്കുന്നത്? ഇവർ കാതറിനെ കൊന്നവരാണ്, അങ്ങ് തീർത്ത് കളഞ്ഞേക്കൂ. കാതറിൻ എന്നത് പാട്രിക് സ്പ്രിങ്ങിന്റെ ഭാര്യയുടെ പേരാണ്. അപ്പോഴേക്കും മുഖംമൂടിയൊക്കെ ധരിച്ച് ഡിറിക്കും ടോഡും അവിടെ എത്തുന്നതായി കാണിക്കുന്നു. അവരോടെന്ന പോലെ പാസ്റ്റിലുള്ള പാട്രിക് സ്പ്രിങ് പറയുകയാണ്, എന്റെ മകളെ കണ്ടുപിടിച്ചു കഴിയുമ്പോൾ അവളോട് പറയണം ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നുവെന്ന്, അതുകൂടാതെ അവളോട് ക്ഷമാപണം നടത്തിയിരുന്നു എന്നും പറയണം. അവരുടെയൊക്കെ ശ്രദ്ധ തെറ്റിയ നേരം കൊണ്ട് റിമ്മറിന്റെ കൂടെയുള്ള ഒരു വ്യക്തി ഉടനെ തന്നെ ഫ്യൂച്ചറിലുള്ള പാട്രിക് സ്പ്രിങ്ങിനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങുന്നു. റിമ്മർ വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ അപ്പോഴേക്കും അവൻ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങിയിരുന്നു. അത് മനസ്സിലാക്കി ഫ്യൂച്ചറിലുള്ള പാട്രിക് സ്പ്രിങ് അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. നിർഭാഗ്യവശാൽ ആ പൂച്ചക്കുട്ടി ചാടുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് ഷാർക്ക് പുറത്തു വരികയും റിമ്മറിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അത് കൊന്നുകളയുകയും ചെയ്യുന്നു. റിമ്മർ ചാടി ഒരു സോഫയുടെ പുറകിൽ പോയി ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ മരിച്ചില്ല. ലിദിയയുടെ ബോഡിയെയും ആ ഷാർക്ക് കൊല്ലേണ്ടതായിരുന്നു. പക്ഷേ പാസ്റ്റിലുള്ള പാട്രിക് സ്പ്രിങ് അതിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ആ ഷാർക്ക് പാട്രിക് സ്പ്രിങ്ങിനെ കൊല്ലുകയും ചെയ്തു. അതിനുശേഷം റിമ്മറിനെ മാത്രമായിട്ട് അവർ കൊല്ലുവാനൊന്നും നിന്നില്ല. ടോഡും ഡിറിക്കും ഫ്യൂച്ചറിലുള്ള പാട്രിക് സ്പ്രിങ്ങും ഉടനെ തന്നെ അവിടുന്ന് പുറത്തു കടക്കുകയാണ് ചെയ്തത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയിട്ടുണ്ടാകും, മറ്റുള്ളവരുടെ ശരീരത്തിൽ നിന്ന് സോള് ഇതേപോലെ പുറത്തു വരാറില്ല. പക്ഷെ ഈ പൂച്ചക്കുഴിയുടെ കാര്യത്തിൽ ഡിഫറന്റ് ആണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഷാർക്ക് പുറത്തേക്ക് വരാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഇതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. പൂച്ചക്കുട്ടിയുടെ ഉള്ളിലുള്ളത് ഹാമർ ഹെഡ് ഷാർക്കാണ്. അത് മനുഷ്യരെ അങ്ങനെയൊന്നും ഉപദ്രവിക്കാറില്ല. പക്ഷേ റിമ്മർ അതിനെ ഒരു വെപ്പണാക്കി മാറ്റുകയായിരുന്നു. സാധാരണ ബോഡി സ്വാപ്പ് ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ റിമ്മർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതൊരു വെപ്പണായിട്ട് മാറി. അതുകൊണ്ടാണ് ആ പൂച്ചക്കുട്ടിയുടെ ഉള്ളിൽ നിന്ന് സോള് പുറത്തേക്ക് വരുന്നത്. പാസ്റ്റിലുള്ള ടോഡിന്റെ പ്രവൃത്തികളും ഇതേ സമയം കാണിക്കുന്നുണ്ട്. ടോഡ് ലിഫ്റ്റിൽ കയറി അങ്ങോട്ട് വരാൻ പോകുന്നതൊക്കെ. ലിദിയ സ്പ്രിങ്ങിനെ ആകട്ടെ ഇതേ സമയം തന്നെ ഗോൾഡൻ റിമ്മർ അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. കാരണം ലിദിയ സ്പ്രിങ്ങിന്റെ ബോഡിയുടെ ഉള്ളിൽ ആ ഡോഗ് ആണല്ലോ. അതുകൊണ്ടാണ് സീരീസിന്റെ തുടക്കത്തിലെ തന്നെ ക്രൈം സീനിൽ കൈ കുത്തി നടക്കുന്നത് പോലെയുള്ള പാടുകൾ കണ്ടത്. ഫ്യൂച്ചറിലുള്ള ടോഡും ഡിറിക്കും അവിടുന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ സംഭവിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ടോഡിന് ശരിക്കും ദേഷ്യമാകുന്നുണ്ട്. അപ്പോഴാണ് പാസ്റ്റിലുള്ള ഡിറിക്ക് അങ്ങോട്ട് വരുന്നത്. അവിടെ വെച്ചാണ് പാസ്റ്റിലുള്ള ടോഡിന്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ള കാര്യം ഫ്യൂച്ചറിലുള്ള ഡിറിക്ക് പാസ്റ്റിലുള്ള ഡിറിക്കിനോട് പറയുന്നത്. ആ ഒരു അഡ്രസ് വെച്ചാണ് അവൻ ടോഡിന്റെ വീട്ടിലെത്തിയതും ടോഡിനെ ഈ കേസിലേക്കൊക്കെ വലിച്ചിഴക്കുന്നത്.
പറയുന്നതും. അതുകൂടാതെ ആ ഡെറിക്കിന് മുഖംമൂടി കൊടുക്കുന്നതും പൂച്ചക്കുട്ടിയെ ക്രൈം സീനിൽ നിന്ന് എടുക്കണമെന്ന് പറയുന്നതും ഫ്യൂച്ചറിലുള്ള ഡെറിക്ക് തന്നെയാണ്. അതുകൂടാതെ മറ്റേ ലോട്ടറി ടിക്കറ്റിനെയും ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ടോഡ് അറിയാതെ തന്നെ ക്രൈം സീനിന്റെ അടുത്ത് തന്നെ വീണ് കിടക്കുന്നുണ്ട്. അതിന്റെ എഡ്ജിൽ ചോര വന്ന് മുട്ടുന്നതായും കാണിക്കുന്നു. കാരണം പാസ്റ്റിലുള്ള ടോഡിന് അത് കിട്ടുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഫ്യൂച്ചറിലുള്ള ടോഡ് ഇപ്പോൾ ഫ്യൂച്ചറിലുള്ള ഡെറിക്കിനോട് നല്ലവണ്ണം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ മൂലം ഇപ്പോൾ ടൈം ലൂപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവിച്ച കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ആയിട്ട് സംഭവിക്കുകയാണെങ്കിൽ ടൈം ലൂപ്പ് ആയിരിക്കുമല്ലോ അവിടെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ടോഡ് നല്ലവണ്ണം ദേഷ്യപ്പെടുന്നു. ഡെറിക്കിനെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു, അവൻ കാരണമാണ് ഈ ടൈം ലൂപ്പ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞാണ് അവനെ ശകാരിക്കുന്നത്. ആ ഒരു സമയത്താണ് ലിഫ്റ്റിൽ കയറി വരുന്ന പാസ്റ്റിലുള്ള ടോഡ് ഫ്യൂച്ചറിലുള്ള ടോഡിനെ കാണുന്നത്. പാസ്റ്റിൽ നടന്ന അതേപോലെ തന്നെ അവർ പരസ്പരം കണ്ടു കഴിയുമ്പോൾ ഫ്യൂച്ചറിലുള്ള ടോഡ് ഡെറിക്കിന്റെയും മറ്റുള്ളവരെയും കൂടെ അവിടെ ഓടി പോകുന്നതായിട്ട് കാണിക്കുന്നു. ഇവിടെ വെച്ച് തന്നെയാണ് ആ നായയും ഗോർഡൻ റിമ്മറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. കാരണം ആ നായയുടെ ഉള്ളിൽ ലിതിയ സ്പ്രിംഗ് ആണല്ലോ. ഗോർഡൻ റിമ്മറിനാണെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അവന്റെ അവശേഷിച്ച ആളുകളുമായിട്ട് റെയിനിക്ക് എന്താണോ അറിയാവുന്നത് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടുന്ന് പോകുന്നതായിട്ട് കാണിക്കുന്നു. ടോഡും ഡെറിക്കും പാട്രിക് സ്പ്രിംഗും ആയിട്ട് ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഡെറിക്ക് അവന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം പാട്രിക് സ്പ്രിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയാണ് അവനെ ഹയർ ചെയ്തതെന്നും അവൻ പാട്രിക് സ്പ്രിംഗിന്റെ ടൈം മെഷീൻ ഉപയോഗിച്ചാണ് ഇവിടെയും വരെയും എത്തി ഈ ഫ്യൂച്ചറിലുള്ള പാട്രിക് സ്പ്രിംഗിനെ കണ്ടെത്തിയതെന്നും പറയുന്നു. എന്നാൽ അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ആ ഒരു ടൈം മെഷീൻ അയാൾ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. എന്നാൽ ഡെറിക്ക് പറയുകയാണ്, നിങ്ങൾ തന്നെ അയച്ച ഒരു മാപ്പ് ഉപയോഗിച്ചാണ് ആ ടൈം മെഷീൻ ഞാനും ടോഡും കൂടി കണ്ടുപിടിച്ചത്. ടോഡാകട്ടെ ഇതേ സമയം നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കാറിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നുകൊണ്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം അവർ സംസാരിക്കുന്നത് റിമ്മറിന്റെ ആളുകളെ പറ്റിയാണ്. അവർ ദുഷ്ടരാണെന്ന് ഡെറിക്ക് പറയുമ്പോൾ അത് പാട്രിക് സ്പ്രിംഗും സമ്മതിക്കുന്നുണ്ട്. അവർ ദുഷ്ടരാണെന്ന് മാത്രമല്ല ബഫൂൺസ് കൂടിയാണെന്ന് അയാൾ പറയുന്നു. ആ ടൈം മെഷീന്റെ പവറിൽ അവർ അഡിക്റ്റഡ് ആയിരിക്കുകയാണ്. പക്ഷേ അവർക്ക് അതിന്റെ യഥാർത്ഥ ഉപയോഗം എന്താണെന്ന് അറിയില്ല. ഡെറിക്ക് അപ്പോൾ നൈസായിട്ട് ചോദിക്കുന്നുണ്ട്, ഒരു വിധത്തിൽ നിങ്ങൾക്കും അതൊരു അഡിക്ഷൻ ആയിരുന്നില്ലേ എന്ന്. അത് കേട്ട് ദേഷ്യമാകുന്ന പാട്രിക് സ്പ്രിംഗ് അവനൊരു ഇടി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ടോഡ് അവിടെ എത്തിയിട്ട് പറയുകയാണ്, ഇപ്പോഴും ഒന്നും കഴിഞ്ഞിട്ടില്ല, ലിതിയ സ്പ്രിംഗിനെ നമുക്ക് രക്ഷിക്കാനാകും. പാട്രിക് സ്പ്രിംഗ് പറയുകയാണ്, അത് നിങ്ങളുടെ റോളാണ്. നിങ്ങൾ ലിതിയയെ രക്ഷിച്ച ശേഷം ആ ടൈം മെഷീനും എനിക്ക് തിരിച്ചയക്കണം. അതിന്റെ കൂടെ ഡെറിക്കിന്റെ ഒരു നോട്ട് കൂടി അയക്കണം. ഡെറിക്കിന് അത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. പാട്രിക് സ്പ്രിംഗ് പറയുകയാണ്, അങ്ങനെ ഒരു ലെറ്റർ എനിക്ക് കിട്ടിയിരുന്നു, ചോരയിൽ കുളിച്ച ഒരു ലെറ്റർ. ചോര എന്നൊക്കെ കേൾക്കുമ്പോൾ ഡെറിക്ക് ഞെട്ടുന്നുണ്ട്. അതിനുശേഷം 1888 പോകാൻ വേണ്ടി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു ബൾബും അവർക്ക് കൊടുക്കുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡേറ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടി പ്രത്യേകം പ്രോഗ്രാമിംഗ് ചെയ്ത ആ ഒരു ബൾബ് ഇല്ലാതിരുന്നത് കൊണ്ടാണ് റെയിനിക്കും റിമ്മറിനും ഒക്കെ അവരുടെ മെഷീൻ ഉപയോഗിച്ച് ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കാതിരുന്നത്. അതിനുശേഷം പാട്രിക് സ്പ്രിംഗ് അവരുടെ കയ്യിലുള്ള മെഷീൻ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു മൃഗശാലയിൽ വെച്ച് അവർ ആ മെഷീൻ മറന്നുപോയിരിക്കുന്നു. അത് അവരുടെ കൂടെ അവർ എടുത്തില്ല. അത് കേട്ട് ദേഷ്യത്തോടെ പാട്രിക് അവരെ സ്റ്റുപ്പിഡ് എന്ന് വിളിക്കുമ്പോൾ പൊട്ടിത്തെറിച്ചു പോകുന്ന ടോഡ് പറയുകയാണ്, സ്റ്റുപ്പിഡ് എന്ന് ഞങ്ങളെ വിളിക്കാൻ നിനക്ക് എന്ത് അർഹതയാണുള്ളത്? സ്വയം രക്ഷിക്കാൻ പോലും സാധിക്കാത്ത നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. നീ ചെയ്ത ഒരു മിസ്റ്റേക്ക് തിരുത്താൻ വേണ്ടിയാണ് നീ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. പക്ഷെ അതുമൂലം വേദനകൾ അനുഭവിക്കുന്ന മറ്റുള്ളവരെ നീ കാണുന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് തിരുത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു മെസ്സേജ് പോലെയാണ് ഈ ഒരു സെന്റൻസ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അത് തെറ്റാകുമോ ഇല്ലയോ എന്നൊരു പേടി നമുക്കുണ്ടാകും. പക്ഷെ ഏതെങ്കിലും ഒരു ഡിസിഷൻ നമുക്ക് എടുത്തേ മതിയാകൂ. നമ്മൾ എടുത്ത ആ ഒരു ഡിസിഷൻ തെറ്റാണെങ്കിൽ പോലും അതിനെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അത് തിരുത്താൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്ക് തിരുത്താം, അല്ല എങ്കിൽ അംഗീകരിച്ചേ മതിയാകൂ. പാട്രിക് സ്പ്രിംഗിനും ഇതേ സമയം അത് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ചെയ്ത തെറ്റ് അവൻ അംഗീകരിക്കുകയാണ്. അതിനുശേഷം ആ ബൾബ് ഡെറിക്കിന് കൊടുത്തതിന് ശേഷം അവൻ വന്ന പാസ്റ്റിലേക്ക് തന്നെ പാട്രിക് സ്പ്രിംഗ് തിരിച്ചു പോവുകയാണ്. കാതറിനെ കൊന്നതിനെ പ്രതികാരം വീട്ടുന്നതിന് വേണ്ടി പാസ്റ്റിൽ നിന്നാണല്ലോ അവൻ ഫ്യൂച്ചറിലേക്ക് വന്നത്. ലിതിയ ഇപ്പോൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ ലിതിയയുടെ കൂടെ ഇപ്പോൾ പാട്രിക് സ്പ്രിംഗ് വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ലിതിയയെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ തെറ്റുകളെല്ലാം അംഗീകരിച്ചു കൊണ്ടാണ് പാട്രിക് സ്പ്രിംഗ് പോകുന്നത്. നടന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും അവൻ ഏറ്റെടുക്കുന്നു. ഡെറിക്ക് നേരത്തെ പാട്രിക് സ്പ്രിംഗിനോട് പറഞ്ഞിരുന്നല്ലോ ഒരു മാപ്പിന്റെ സഹായത്തോടെയാണ് അവർക്ക് ആ ടൈം മെഷീൻ കിട്ടിയതെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോ പോയതിന് ശേഷമായിരിക്കും പാട്രിക് സ്പ്രിംഗ് ആ മാപ്പുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടാവുക. അതുകൂടാതെ ഡെറിക്ക് പ്രത്യേകം പറയുന്നുമുണ്ട് ആ മാപ്പ് അല്പം എളുപ്പമാക്കാൻ പറ്റുമോ എന്ന്. എന്നാൽ ടോഡ് ഇതേ സമയം ഡെറിക്കിനോട് പറയുന്നുണ്ട്, ഇല്ല, അവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളിൽ ഒന്നും തന്നെ മാറ്റം വരുത്താൻ പോകുന്നില്ല. കാരണം ഇതൊരു ടൈം ലൂപ്പാണ്. അതിനുശേഷം ദേഷ്യത്തോടെ ഡെറിക്കിനോട് പറയുകയാണ്, നീ ഒരു മോൺസ്റ്റർ ആണ്. എന്നാൽ ഡെറിക്കിന് അവൻ എന്താണ് ഈ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ടോഡ് അങ്ങനെയൊക്കെ പറയാൻ കാരണം വേറൊന്നുമല്ല, നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഡെറിക്കിന് അറിയാം
പറയാമെന്നാണ് ടോഡ് കരുതുന്നത്. അവൻ അങ്ങനെ പറയാൻ കാരണം വരാൻ പോകുന്ന കാര്യങ്ങളിൽ പലതും മുൻകൂട്ടി തൊട്ടു മുമ്പേ അവൻ പറയാറുണ്ട്. പക്ഷെ നേരത്തെ തന്നെ അവനത് പറയാൻ സാധിക്കാറില്ല. പക്ഷേ ടോഡ് കരുതുന്നത് ഡെറിക്കിനെ എല്ലാ കാര്യങ്ങളും അറിയാം, അവൻ ഇതൊക്കെ മനഃപൂർവ്വവും അവരോട് ചെയ്യുന്നതാണെന്നൊക്കെയാണ്. നീ ഒരു നുണയനാണ്, എന്റെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് എന്റെ കൂടി എന്റെ ജീവിതം നീ തകർത്തു. നീ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ ഒരു കേസ് കഴിഞ്ഞതിന് ശേഷം നീ എന്നോട് മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോടെ ടോഡ് അവിടുന്ന് പോകുന്നു. ഡെറിക് ആകട്ടെ കരഞ്ഞു പോകുന്നുണ്ട്. കാരണം അവൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല, താൻ നുണയൊന്നും പറയുന്നില്ല എന്ന് ഡെറിക് കരഞ്ഞു പറഞ്ഞിട്ട് പോലും ടോഡ് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതിനുശേഷം ഡെറിക്കും ടോഡും ആനിമൽ ട്രാൻസ്ഫർ യൂണിറ്റിൽ ടൈം മെഷീൻ എടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നതായി കാണിക്കുന്നു. ഉടനെ തന്നെ റിമ്മറും അവന്റെ ആളുകളും അവിടെ എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടോഡ് ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറയുന്നു. ഡെറിക്ക് വീണ്ടും പാസ്റ്റിലേക്ക് തന്നെ പോകാൻ പോവുകയാണ്, നേരത്തെ വന്ന സ്ഥലത്തേക്ക് തന്നെ. എന്നാൽ ടോഡ് അതിന് സമ്മതിക്കുന്നില്ല. അത് അപകടത്തിലേക്കായിരിക്കും നയിക്കുക, നടന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നടക്കും എന്നൊക്കെ പറഞ്ഞ് അവനത് തടയുന്നു. എന്നാൽ പാട്രിക് സ്പ്രിങ്ങിന് കൊടുക്കേണ്ട കുറിപ്പ് എഴുതേണ്ടത് താനാണ്, അവന് കൊടുത്ത വാക്ക് പാലിക്കണം എന്നൊക്കെ പറഞ്ഞ് ഡെറിക്കും വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവരുടെ ഇടയിൽ ഒരു മൽപ്പിടുത്തം ഉണ്ടാവുകയും അതിന്റെ ഫലമായിട്ട് അവിടെ ഇലക്ട്രിസിറ്റി രൂപപ്പെടുകയും വന്ന ടൈം ലൈനിലേക്ക് തന്നെ അവർ തിരികെ പോവുകയും ചെയ്യുന്നു. എന്നാൽ അതിനുശേഷം കാണിക്കുന്നത് അവർ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ 5 മിനിറ്റ് മുമ്പ് അവിടെ എന്താണ് നടന്നതെന്ന് കാണിക്കുന്നു. FBI ഏജന്റ് ഡെറിക്കിനെ തോക്കിൻ മുനയിൽ നിർത്തി കൊണ്ടുവന്നല്ലോ, അതിനു മുമ്പേ അവിടെ ഉണ്ടായിരുന്ന ഫാറയെയും അയാൾ കാറിന്റെ ഡിക്കിയിൽ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബോധം വന്നപ്പോൾ ഫാറ ഡിക്കിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം ചവിട്ടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ആ ഒരു ശബ്ദം കേട്ടിട്ടാണ് റിമ്മറിന്റെ ശ്രദ്ധ പോയതും ആ സമയം മുതലെടുത്തുകൊണ്ട് ടോഡ് അവനെ ആക്രമിച്ച് ബോഡി സ്വാപ്പിംഗ് മെഷീൻ ഉള്ള മുറിയിലേക്ക് കയറിയതും. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വിട്ടത് FBI ഏജന്റിനെ ആയിരുന്നു. ഫാറ തന്നെയായിരിക്കും ആ ശബ്ദം ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ആ FBI ഏജന്റ് കാറിന്റെ അടുത്തേക്ക് തന്നെയാണ് ചിരിച്ചുകൊണ്ട് പോകുന്നത്. എന്നാൽ മിററിലൂടെ ഫാറയ്ക്ക് അവനെ കാണാമായിരുന്നു. കാരണം ഫാറ അവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മുൻവശത്തെ സീറ്റ് പൊളിച്ച് പുറത്തേക്ക് വന്നിരുന്നു. മിററിന്റെ സഹായത്തോടെ FBI ഏജന്റിനെ ഹെഡ് ഷൂട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫാറ അവിടെ വെച്ച് കൊല്ലുന്നു. റിമ്മർ ആകട്ടെ ശബ്ദം കേട്ട് ചെന്നത് നായയുടെ സോള് ഉള്ളിലുള്ള ലിഥിയ സ്പ്രിങ്ങിന്റെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്നപ്പോൾ റിമ്മർ കണ്ടത് യഥാർത്ഥ ലിഥിയ സ്പ്രിങ് ഉള്ളിലുള്ള നായയാണ്. അത് കണ്ട് അയാൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അയാളുടെ നായയെ ബോഡി സ്വാപ്പ് ചെയ്ത് തിരിച്ചെടുക്കാമല്ലോ. എന്നാൽ അവിടെ എത്തിയത് വേറെ ആരുമായിരുന്നില്ല, എസ്തേവ് ആയിരുന്നു. എസ്തേവ് റിമ്മറിനെ പുറകിൽ നിന്ന് വിളിച്ച് അവനെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നു. ഒരവസരം കിട്ടുമ്പോൾ തന്റെ യജമാനെ രക്ഷിക്കുന്നതിന് വേണ്ടി പട്ടിയുടെ ആത്മാവ് ഉള്ളിലുള്ള ലിഥിയ സ്പ്രിങ് എസ്തേവിനെ കടിക്കുന്നുണ്ട്. വീണ്ടും ഡെറിക്കിനെയും ടോഡിനെയും കാണിക്കുന്നു. അവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ ടൈം ട്രാവൽ ചെയ്ത അതേ സമയത്തിലേക്ക് തന്നെയാണ്. അതായത് എസ്തേവും റിമ്മറും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നില്ലേ, ആ ഒരു ടൈമിലേക്ക് തന്നെയാണ് ടോഡും ഡെറിക്കും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ടൈം ട്രാവൽ ചെയ്യുന്നതിന് മുമ്പേ ടാറ്റു അടിച്ചവർ ആരോസ് ഒക്കെ ഉപയോഗിച്ച് വാതിൽ തുറക്കുന്നതിന്റെ വരെയും വക്കിലെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ടോഡും ഡെറിക്കും തിരിച്ചെത്തിയപ്പോഴേക്കും അവരും വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. ഉടനെ തന്നെ ഡെറിക്കിനെ അവർ ക്രോസ്ബോ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയും അത് ഡെറിക്കിനെ കൊള്ളുകയും ചെയ്യുന്നു. ടോഡ് അത് ഊരി മാറ്റുന്ന സമയത്ത് അവർ ഷോക്ക് അടുപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഷോക്ക് ഏൽക്കുന്നത് ടോഡിനായിരുന്നു. കാര്യം ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞെങ്കിലും ഡെറിക്കിനോട് ടോഡിന് സ്നേഹമുണ്ടെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ അവനെ സഹായിക്കുകയൊന്നുമില്ലായിരുന്നല്ലോ. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡാണ് ഈ സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ്. സെക്കൻഡ് സീസൺ മുതൽ പുതിയൊരു കഥയായിരിക്കും, പക്ഷെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ സെയിം ആയിരിക്കും, കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക, ഹൈപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമ്മളോട് തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.